ഒന്ന് നിന്നേ. ആളല്പം ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ. നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പുതപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അബദ്ധ പറ്റിയതാണ്. അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി. ഇപ്പൊ ഇങ്ങോട്ടാ? ടൗൺ വരെ. ഇതിന് മൃഗാശുപത്രിയിൽ ഒന്ന് കാണിക്കണം. ഞാനും ഉണ്ട്. ആട് പശു ഒന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി. പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കയറാം. ഇതിൽ ഏതാ ന്യായം? ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ. കേറിക്കോ. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ. ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. മോത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല. അത് അവർ തന്നെ ഉണ്ട്. മോത്തമുടി അഴിഞ്ഞു വീണ് ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ. പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. കുറച്ചു നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാമോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലിക ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നോളൊക്കെ തോളയിട്ടിരുന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചാണ് ചായടിക്കണ? നിനക്കൊന്ന് ചിരിച്ചടിച്ചാ ആരാന്നറിയാമോ? വന്നി. അതെ, മല്ലയെ കാണിച്ചിന്ന് നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനി. ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? ഞാനത് മുതലാളി പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുടിച്ചോ. ഐശ്വര്യമായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട. കവലയിൽ നീ ഓട്ടോ പിടിച്ചു തരാം. ഓ, എന്തോന്ന് ടെൻഷൻ? മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തലേ? എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം വൈദ്യരാണോ? ശിവനാണല്ല. തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോൾ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽപ്പട്ടിയെ പോലെ എന്ന് ഞാൻ ഉണ്ടാവും. എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. ദശമൂലം പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? കണ്ടുപിടി. ഹലോ ഡോക്ടറെ, നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കാണില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ? പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വാങ്ങിയത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്കുക. അവന്നെ ഹോക കേളു. ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കെ. മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാക്കൽ വാ. നീ ഒരു കാതൽ മല്ലയ്യ തന്നടാ. അപ്പൊ പോട്ടെ. എങ്ങാനും വന്ന എന്റെ ശവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്ന? പിന്നെ കണ്ടോന്നോ? കണ്ടല്ലേ? ഞങ്ങള് കാര്യവും പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞ് പുറകെ നടന്ന തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തിൽ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. പിന്നെ നിങ്ങക്ക് താല്പര്യമില്ല, ഞാൻ ഇനി നടക്കുന്നില്ല. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. ഇതാ വരുന്നേ. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരൻ നമ്മളോട് ഭയങ്കര പ്രേമ. കാട്ടാപ്പള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നത്.
ശിവനെ. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും കുഴപ്പം. പറഞ്ഞാ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലും. മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും. പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും. അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലും. എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പാ. ശിവനെ, നീ കണ്ടോടാ മരണം ആർക്കാണെന്ന്? വടക്കുംമലയിൽ നാളെ ഇറക്കിയിട്ടുണ്ട്. എന്തോ അപകടമുണ്ട്. ഷേവ് ചെയ്യണം. ഒരു ചായ. മരണം ഉറപ്പുവരുത്തിയിട്ടേ പോകാവൂ. കാര്യം കഴിയുന്നത് വരെ ഒരു പോലീസും അതുവഴി വരില്ല. ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട. കാട്ടാപ്പിള്ളി വടക്കമ്മല നാളിറക്കിയിട്ടുണ്ട്. കവലയിൽ വെച്ച് പരസ്യമായിട്ട് കൊല്ലാനാ പരിപാടി. തോട്ടത്തിലേക്കല്ല, കവലയിലേക്കാ പോകുന്നത്. കലക്കി കാട്ടാപ്പള്ളി, എടാ നീ ആണാണെങ്കിൽ ഇറങ്ങി വാടാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല്? മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ? നിന്റെ വടക്കമ്മലക്കാര ആണുങ്ങളുടെ മുന്നിൽ തോറ്റോടിയെ കണ്ടില്ലേ? നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ആണുങ്ങളാണ് നേരിട്ട് മുട്ടണം. നേരിട്ട് തന്നെ മുട്ടാടാ. ഇത് നിന്റെ നെഞ്ചിന് നേരെ എറിയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ബയറുകീരി കോടതി പുറത്ത് വന്ന് അത് നിന്റെ പട്ടി തീട്ടിക്കും. നിൻകെ നൻപക്കെ ഗൊത്തില്ല, കാട്ടുപുളി നായിന്റെ പട്ടി മോനെ. നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പള്ളി ഇത്രയും വളർത്തിയത്. ഒതുക്കണമായിരുന്നു, വളരെ മുമ്പേ ഒതുക്കണമായിരുന്നു. അറിയാൻ പാടില്ല, പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ പാടില്ല. എന്റെ ശത്രു വേറെയാ. എന്റെ അച്ഛനെ 16 വെട്ടുവെട്ടിയിട്ട് കടന്നു കളഞ്ഞ എന്റെ ആജന്മ ശത്രു വീരു. അവനെ എനിക്ക് കൊല്ലേണ്ടത്. അവൻ ചതിച്ചതെങ്ങനെയാന്ന് മല്ലയ്ക്ക് അറിയണ്ടേ? ഒരിക്കൽ മസിനഗുഡിയിലെ തോട്ടത്തിൽ നിന്ന് അച്ഛൻ മടങ്ങി വരികയായിരുന്നു. ഇവന് കന്നഡ മാത്രമേ അറിയൂ, മലയാളം തീരെ അറിയില്ല. ആരും പോലും ഇല്ലാത്തവനാ. വീരുന്ന പേര്. ഒരു മകനെ പോലെ തന്നെയാ അച്ഛൻ അവനെ കൊണ്ടു നടന്നത്. ഒരു കൂടപ്പറപ്പിനെ കിട്ടിയെന്ന് ഞാനും കരുതി. പക്ഷേ അച്ഛനെ ആക്രമിച്ചവനെ ഒരിക്കൽ പോലീസ് പിടികൂടി. അവനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാ ഈ ഗ്രാമം അറിഞ്ഞത്. വീരു അവന്റെ സംഘത്തിൽപ്പെട്ടവൻ തന്നെയായിരുന്നു. ഒരു സഹായിയെ പോലെ കടന്നുകൂടി വൻ കവർച്ച നടത്താനായിരുന്നു അവരുടെ പത്ത് തട്ടിയെടുത്ത് അവൻ ഓടി. പക്ഷെ അവൻ ചെന്നുപെട്ടത് ഞങ്ങളുടെ ആശ്രിതനായ വടിവാള് വാസുന്റെ മുന്നിലാ. ാവാതെ കാട്ടിലൊളിച്ച വീരുവിനെ അന്ന് രാത്രി പോലീസ് പിടികൂടി. പിറ്റേന്ന് തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റങ്ങളും അവൻ സമ്മതിച്ചു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുദ്ദ താനെ
അതന്നെ ഞാൻ കേൾത്തു. ഒളിപ്പിച്ചു വെച്ച തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോകുന്ന വഴി അവൻ പിന്നെയും ഒരു ചതി കാണിച്ചു. പിടിക്കണേ. പോലീസും നാട്ടുകാരും എത്ര ശ്രമിച്ചിട്ടും അവനെ പിടികൂടാനായില്ല. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ അവനെ എന്നെങ്കിലും എന്നെ കൺമുന്നിൽ കൊണ്ട് തരും. അന്ന് എന്റെ അച്ഛനെ വെട്ടിയതുപോലെ അവനെ വെട്ടിയെറിഞ്ഞ് നാട്ടുകാരുടെ മുന്നിലിരുന്ന് ഞാൻ. അത്രയ്ക്ക് ദ്രോഹമാ ഈ കുടുംബത്തോടവൻ ചെയ്തത്. അവനെ മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനെയാണ് അവൻ ജീവച്ഛവം പോലെ കടത്തിയത്. അവന്റെ ക്രൂരത നിങ്ങൾക്ക് കാണണ്ടേ? ദേ നോക്ക്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. കേട്ടില്ല. ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ? ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ മല്ലയ്യക്കെതിരെ ഉടനെ കേസ് ചാർജ് വേണ്ട. ഒരു നിയമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട. നാഗേന്ദ്രനെ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ? അത് വേണ്ട. എനിക്ക് ജയിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം. അവനെ എനിക്ക് വിട്ടേക്ക്. ആ ഡോക്ടറെങ്കിലും ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ദേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവനെ നിയന്ത്രിക്കേണ്ട ഡോക്ടറാ. ആ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇറങ്ങട്ടെ. സ്റ്റിച്ച് ഇടണം. അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. വേണ്ട, മരവിപ്പിക്കാതെ തന്നെ ചെയ്താൽ മതി. നല്ല വേദന ഉണ്ടാവും. വേദനിക്കണം, നല്ലതുപോലെ വേദനിക്കണം. എങ്കിലേ എനിക്ക് അവനോടുള്ള പക വർദ്ധിക്കൂ. എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ. അത് കുത്തിവെച്ചും പോയി. അണ്ണവരെ ഒന്ന് കാണാൻ. അതിനെന്താ, വരൂ. സംസാരിക്കാൻ പറയുന്നതൊക്കെ മനസ്സിലാവും. മറുപടിയൊക്കെ കണ്ണീര് കൊണ്ട. നമുക്ക് നല്ല ഡോക്ടർമാരെ ചികിത്സിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് എല്ലാവരും പറയണേ. ഞാൻ ചായ എടുക്കാം. എന്നെ മനസ്സിലായ ഇത് നാണ് വീറും അന്നവര് മകനെ പോലെ സ്നേഹിച്ച വേറുവനാണ്. എന്തിനാ വീണ്ടും വന്നത്? അവശേഷിച്ച ജീവൻ കൂടി എടുക്കാനോ? നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് എന്തിനു നീ ചതി ചെയ്തു? എല്ലാരും കൂടെ എന്നെ നാ ചെയ്തിട്ടില്ല. എനക്ക് ഇവർ ഭഗവാൻ മാതിരി. ഭഗവാൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ? എന്നെ വിശ്വസിക്കണം. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും സാധിക്കില്ല. ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക്. ഭഗവന്ത എല്ലാ കുത്തരം ഇവരെന്നെ ഈ സ്ഥിതിയിൽ ഇട്ടെത്തിയ അണ്ണവരെ ഒന്നും പറയും. ഞാനല്ലെന്ന് ഒന്നും പറയും. മതി, പൊയ്ക്കോ. എന്റെ മോനോ നാട്ടുകാരോ അറിയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോ. ഇല്ലെങ്കിൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാവും. അയ്യോ, എന്ത് പറ്റി? അയ്യോ, എന്താ ഇത്? ഇതൊരു പ്രോഗ്രസ് ആയിട്ട് കണ്ടാൽ മതി. എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് നല്ല ലക്ഷണമാണ്. നമുക്ക് നോക്കാം. മല്ലയെ സംസാരിച്ചപ്പോ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ ശ്രമിച്ചതായിരിക്കാം. വോക്കൽ കോഡ് ഡാമേജ് ആയതുകൊണ്ട് വല്ലാതെ സ്ട്രെയിൻ വന്നു കാണും. ഞാൻ എല്ലാ ചന്ദ്രമോഹനോട് പറയാൻ പോകുക. വേണ്ട, ഞാൻ വിശ്വസിച്ച പോലെ അവനെല്ലാം വിശ്വസിക്കണമെന്നില്ല. എല്ലാ സത്യം അറിയണ ആളാ. അകത്ത് സംസാരിക്കാൻ കളിയാതെ കിടക്കണം. അന്ന് മലയാളം അറിയാതെ നൻകെ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അറിയില്ല. ആരെന്നെ സാധിച്ചു അറിയില്ല. അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹൻ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞത്. മല്ലയെ എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത്? എല്ലാത്തിനും അവസരം വരും. ഇപ്പൊ ഒന്നിനും പോകണ്ട. പാമ്പിനെയാ നീ നോവിച്ചു വിട്ടത്. സൂക്ഷിച്ചോ.
എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും. അന്നേ നമ്മൾ തമ്മിൽ കാണും. ഇപ്പൊ ബയർ മാത്രമേ കീറിയുള്ളൂ. വേഗം പൊയ്ക്കോ, ഇല്ലാന്ത്രേ മൊത്തം വലിച്ചു കീറും. കാണാം, നമുക്ക് കാണാം.